പവിത്രത്തിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരേ അമ്പലത്തിൽ വെച്ച് ഒരേ മുഹൂർത്തത്തിൽ 2 വിവാഹമാണ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. വിക്രമിൻ്റെ ഫ്രണ്ടും വേദയുടെ മുറച്ചെറുക്കനുമായ ശക്തിയും വേദയുമായുള്ള വിവാഹവും വിക്രമും രാധയുമായുള്ള വിവാഹവുമാണ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ താലികെട്ടിനുള്ള എല്ലാ ഒരുക്കങ്ങളുമായി രാധയും ഫാമിലിയും ഓട്ടോയിൽ അമ്പലത്തിൽ മുന്നിൽ വന്ന് ഇറങ്ങുന്നുണ്ട്. ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയതും രാധയുടെ അയൽവാസി ചോദിക്കുന്നുണ്ട്, അതെ എന്താ നമ്മൾ സ്വീകരിക്കേണ്ടത് ചെറുക്കൻ്റെ വീട്ടുകാരല്ലേ, ഇവിടെ അവരും എത്തിയിട്ടില്ലല്ലോ, നമ്മളാണല്ലോ ആദ്യം എത്തിയിരിക്കുന്നത്, ഇതൊക്കെ ശരിയാണോ ചേച്ചി എന്ന് ചോദിക്കുന്നുണ്ട്. ഉടനെ രാധയുടെ അമ്മ പറയുന്നുണ്ട്, അതിന് ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങിയെന്നേ ഉള്ളൂ, മുഹൂർത്തം ആവുന്നതേ ഉള്ളൂ, അതൊന്നും കുഴപ്പമില്ല. ഉടനെ തന്നെ രാധ ചോദിക്കുന്നുണ്ട്, അമ്മേ ഞാൻ ഓട്ടോയിൽ നിന്നും ഇറങ്ങട്ടെ? ഏയ് വേണ്ട മോളെ, അവരെല്ലാം എത്തട്ടെ, എന്നിട്ട് മോൾ ഇറങ്ങിയാൽ മതി, മോൾ അവിടെ തന്നെ ഇരുന്നു എന്ന് പറയുന്നുണ്ട്. പെട്ടെന്നാണ് അവിടെ ഒരു കാറ് വന്ന് നിൽക്കുന്നത്. രാധയുടെ അമ്മ നോക്കുന്ന സമയത്ത് അതിൽ നിന്നും നമ്മുടെ വേദയും ഫാമിലിയും ഇറങ്ങുന്നുണ്ട്. വേദയും ശക്തി, വർഷ, മുത്തശ്ശി, പത്മം, നമ്മുടെ ശങ്കരനാരായണം എല്ലാവരും ഉണ്ട്. എല്ലാവരും വിവാഹത്തിനുള്ള ഒരുക്കങ്ങളുമായാണ് അവിടെ എത്തുന്നത്. പെട്ടെന്ന് ഇവരെ കണ്ടപ്പോൾ അന്തം വിട്ട് നിൽക്കുന്നുണ്ട് നമ്മുടെ രാധയുടെ അമ്മ. ഇവരെന്താ ഈ നേരത്തെ ഇവിടെ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അയൽവാസിയോട് പറയുന്നുണ്ട്, നോക്ക് കണ്ടോ, ആ നിൽക്കുന്നത് കണ്ടോ, അവരെന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നൊന്ന് അന്വേഷിച്ചിട്ട് വാ എന്ന് പറഞ്ഞ് അവരുടെ അടുത്തേക്ക് വിടുന്നുണ്ട്. പെട്ടെന്ന് ആ സ്ത്രീ പോയി അന്വേഷിച്ചിട്ട് വന്നിട്ട് പറയുന്നുണ്ട്, അതെ അത് ഒരു ജഡ്ജും ഫാമിലിയുമാണ്, അവരുടെ മകളുടെ വിവാഹം നമ്മുടെ രാധയുടെ വിവാഹത്തിൻ്റെ അതേ മുഹൂർത്തത്തിലാണ് ചേച്ചി വെച്ചിരിക്കുന്നത്. അവരുടേത് മുകളിലത്തെ മണ്ഡപത്തിലും താഴെ മണ്ഡപത്തിൽ നമ്മുടെ വിവാഹവുമാണ് നടക്കാൻ പോകുന്നത്, അതും ഒരേ മുഹൂർത്തത്തിൽ എന്നിങ്ങനെ പറയുന്നത് കേട്ട് നമ്മുടെ രാധയുടെ അമ്മ ഞെട്ടി നിൽക്കുന്നുണ്ട്. അയ്യോ ഇത് അറിയില്ലായിരുന്നല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. അമ്പലത്തിൻ്റെ പരിസരത്തെല്ലാം പോലീസുകാരാണ്. ശങ്കരനാരായണനും ശ്രീയും ചേർന്ന് ഏർപ്പാടാക്കിയിരിക്കുകയാണ്. പോലീസുകാരും മാത്രമല്ല, ശ്രീ കുറച്ച് ഗുണ്ടകളെ കൂടി ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഗുണ്ടയെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, എടാ ആ വിക്രമുണ്ടല്ലോ, വിക്രമോ അവൻ്റെ കൂട്ടുകാരോ ഈ ഭാഗത്ത് എവിടെയെങ്കിലും കണ്ടാൽ നിങ്ങൾ അവനെ പൊക്കിയേക്കണം, അവൻ വിവാഹം മുടക്കാൻ വേണ്ടി വരുന്നതാണ്, അറിയാമല്ലോ, ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് ഗുണ്ട പറയുന്നുണ്ട്, അതെ ഈ പോലീസുകാരുണ്ടാവുന്ന സമയത്ത് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സാറേ. ഇത് കേട്ട് ശ്രീ പറയുന്നുണ്ട്, അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, ഇൻസ്പെക്ടറുമായി ഞാൻ സംസാരിച്ചോളാം, നിങ്ങൾ വിക്രം ഈ ഫാമിലിയും ഇതിനുള്ളിൽ കയറാണ്ടിരിക്കാൻ നോക്കിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അവിടെ നിന്നും അങ്ങോട്ടേക്ക് അയക്കുന്നുണ്ട്. മറ്റൊരു ഓട്ടോയിൽ അമ്പലത്തിന് മുന്നിൽ വിക്രമും ഫാമിലിയും, അമ്മ, നമ്മുടെ ശ്രീജ, എല്ലാവരും എല്ലാവരും ഉണ്ട്. അണിഞ്ഞൊരുങ്ങി നല്ല ഡ്രസ്സിങ്ങിലാണ് എല്ലാവരും വന്നിരിക്കുന്നത്. പെട്ടെന്നാണ് നമ്മുടെ ശങ്കരനാരായണൻ ഇവരെ കാണുന്നത്. ഇവരെന്താ ഇവിടെ എന്നിങ്ങനെ ശങ്കരനാരായണൻ ചിന്തിക്കുന്നുണ്ട്. ഉടനെ തന്നെ കോൺസ്റ്റബിൾ എന്ന് വിളിച്ചുകൊണ്ട് കോൺസ്റ്റബിളിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, അതാ ആ ഫാമിലി ഉണ്ടല്ലോ, ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയവർ, അവരെന്തിനു വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് അന്വേഷിച്ചിട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കോൺസ്റ്റബിളിനെ അങ്ങോട്ടേക്ക് വിടുന്നുണ്ട്. കോൺസ്റ്റബിൾ പെട്ടെന്ന് തന്നെ അവരുമായി സംസാരിച്ച് പെട്ടെന്ന് തിരിച്ചു വരുന്നുണ്ട്. സാറേ അത് അവരുടെ മകളുടെ വിവാഹം ഇവിടെ വെച്ചാണ് നടക്കുന്നത്, എല്ലാ പേപ്പേഴ്സും ഓക്കെയാണ്, ഞാൻ എല്ലാം പരിശോധിച്ചു, എല്ലാ സർട്ടിഫിക്കറ്റുകളും അവരുടെ കയ്യിലുണ്ട് സാറേ എന്ന് പറയുന്നു. ഇത് കേട്ട് ശങ്കരനാരായണൻ പറയുന്നുണ്ട്, ആണോ, നിങ്ങൾ ശരിക്കും ചെക്ക് ചെയ്തു? ഞാൻ ചെക്ക് ചെയ്തു സാർ, എല്ലാം ക്ലിയറാണ് എന്ന് പറയുന്നു. ശരി, എല്ലാം ക്ലിയറാണെങ്കിൽ നമുക്കവരെ തടയാൻ പറ്റത്തില്ല, നിങ്ങൾ പോയിക്കോളൂ എന്നും പറഞ്ഞുകൊണ്ട് കോൺസ്റ്റബിളിനെ അങ്ങോട്ട് അമ്പലത്തിന് മുന്നിലേക്ക് വിടുന്നുണ്ട്. ഓട്ടോയിലിരിക്കുന്ന രാധയോട് ഒരു സ്ത്രീ വന്നിട്ട് പറയുന്നുണ്ട്, അതെ രാധേ, നീ അറിഞ്ഞോ ഇവിടെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തെങ്കിലും നിനക്കറിയാമോ? നിൻ്റെ വിവാഹത്തിൻ്റെ അതേ മുഹൂർത്തത്തിൽ ആ വേദയുടെ വിവാഹവും നടക്കുന്നു, അവരെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ഇത് കേട്ട് രാധയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. വണ്ടിയിൽ നിന്നും ചാടിയിറങ്ങി കാലി തുള്ളിക്കൊണ്ട് അമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അമ്മേ, ഞാൻ കേട്ടതെല്ലാം ശരിയാണോ? ഇത് കേട്ട് രാധയുടെ അമ്മ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, അല്ല ആ വേദം ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, എന്തിനാ ഈ നേരത്തെ ഇവിടെ വന്നിരിക്കുന്നതെന്ന് ഞാൻ അന്വേഷിച്ചിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് അവരുടെ അടുത്തേക്ക് പോകാനായി നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് രാധയുടെ കയ്യിൽ കയറി അമ്മ പിടിക്കുന്നുണ്ട്. വേണ്ട മോളെ, നീ ഇങ്ങോട്ട് വാ, അവളുടെ വിവാഹമാണത്രേ ഇന്ന്, നമുക്കത് തടയാൻ പറ്റത്തില്ല, പിന്നെ നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അമ്മയല്ലേ നിൻ്റെ കൂടെയുള്ളത്, നീ എന്തിനാ ഭയക്കുന്നത്, നീ ചെന്ന് വണ്ടിയിൽ കയറിയിരിക്കെ എന്ന് പറയുന്നുണ്ട്. ഓട്ടോയിൽ നിന്നിറങ്ങിയതും വിക്രമിനൊരു കോള് വരുന്നുണ്ട്. രാജേട്ടൻ വിളിക്കുന്നതാണ്. പെട്ടെന്ന് തന്നെ അവരുടെ അടുത്ത് നിന്നും അങ്ങോട്ട് അപ്പുറത്തേക്ക് മാറി നിന്ന് സംസാരിക്കുന്നുണ്ട്. എന്താ രാജേട്ടാ, ഞങ്ങളിപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിയതേ ഉള്ളൂ, എന്തിനാ വിളിച്ചത്, ഞാൻ നിങ്ങൾക്ക് വിളിച്ചോളാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എടാ വിക്രം എന്നുള്ള വിളി കേട്ട് വിക്രം തിരിഞ്ഞു നോക്കുന്നുണ്ട്.
ശക്തിയെ കണ്ട് വിക്രം ഒന്ന് അമ്പരക്കുന്നുണ്ട്. എടാ വിക്രം, നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. നിൻ്റെയും രാധയുടെയും വിവാഹം നടക്കുന്ന അതേ മുഹൂർത്തത്തിൽ തന്നെയാടാ ഞാൻ വേദിയുടെയും കഴുത്തിൽ താലി കെട്ടാൻ പോകുന്നത്. ഇത് നിനക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വെച്ച് ഞാൻ അറിഞ്ഞിട്ടും നിന്നോട് പറയാതിരുന്നതാ. എങ്ങനെയുണ്ട് എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് വിക്രം ഇങ്ങനെ ശക്തിയുടെ മുഖത്തേക്ക് തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. വിക്രമിൻ്റെ മുഖഭാവം കണ്ട് പെട്ടെന്ന് ശക്തി പറയുന്നുണ്ട്, ഏയ് എന്തിനാടാ നീ ഇങ്ങനെ ടെൻഷനാവുന്നത്? നിൻ്റെ വിവാഹത്തിന്, ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞതും ഞങ്ങൾ രണ്ടുപേരും നിൻ്റെ താലികെട്ടിനുണ്ടാവൂടാ. നിന്നോട് ഞാൻ അന്ന് പറഞ്ഞില്ലേ, ഇത് മനസ്സിൽ വിചാരിച്ചു കൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ അന്ന് പറഞ്ഞത്. ഓക്കെ, നീ ചെല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ശക്തി അവിടെ നിന്നും പോകുന്നുണ്ട്. ശങ്കരനാരായണൻ നല്ല സന്തോഷത്തിലാണ്. തനിക്ക് പറ്റിയ ഒരു മരുമോനെ കിട്ടാൻ പോവുകയാണല്ലോ. തന്നെ വിചാരിച്ചതുപോലെയുള്ള ഒരേ ഒരു മരുമകൻ. അതിലുള്ള സന്തോഷത്തിലാണ് ശങ്കരനാരായണൻ മകളുടെ കയ്യും പിടിച്ച് സ്റ്റെപ്പുകൾ കയറി അങ്ങ് അമ്പലത്തിനുള്ളിലേക്ക് മുകളിലേക്ക് പോകുന്നുണ്ട്. എന്നാണ് വിക്രം താഴെ നിന്നും അമ്പലത്തിനകത്തേക്ക് കയറി വരുന്നത്. ഇതേ സമയം വിക്രം അമ്പലത്തിലേക്ക് കയറി വരുന്നതും വേദ മുകളിലേക്ക് കയറി പോകുന്ന സമയത്ത് പിറകിലേക്ക് തിരിഞ്ഞു നോക്കുന്നതും ഒരേ സമയത്തായിരിക്കും. അപ്രതീക്ഷിതമായ വേദയെ കണ്ടതും മണവാട്ടിയായി കണ്ടിരിക്കുകയല്ലേ വിക്രം. പെട്ടെന്ന് വിക്രം അങ്ങ് സ്റ്റെക്കായി പോകുന്നുണ്ട്. വേദയാണെങ്കിൽ സ്റ്റെപ്പുകൾ കയറുന്നത് തിരിഞ്ഞു നോക്കി വിക്രമിനെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ സ്റ്റെപ്പുകൾ ഇങ്ങനെ കയറി പോകുന്നു.